അങ്കമാലിയിൽ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ബാബോസ് ട്രേഡ് ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി ജോയ്മോൻ ജോസ് ചേരുന്നുണ്ട്. ജോയ്മോൻ, വലിയ തീപിടുത്തമാണെന്ന് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രത്തോളം ഫയർ യൂണിറ്റുകൾ സ്ഥലത്തുണ്ട്, എങ്ങനെയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്, എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് തീപിടുത്തത്തിന് കാരണം? അരുണ്യ, അല്പം മുമ്പാണ് ഇത്തരത്തിലൊരു തീപിടുത്തം അങ്കമാലിയിൽ ഉണ്ടാകുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് ഇത്തരത്തിൽ തീ ആളിപ്പടരുന്നത് കാണുകയും പിന്നാലെ ആ വ്യാപാര സ്ഥാപനത്തിൽ ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്നവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. എന്തായാലും ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയുകൊണ്ട് തന്നെ തീ കൂടുതൽ ശക്തിയായിട്ട് കത്തി അമരാൻ തുടങ്ങി. പിന്നാലെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കാമായിരുന്നു. ഫയർഫോഴ്സിന്റെ 4 യൂണിറ്റുകളാണ് നിലവിൽ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലായി ഇപ്പോൾ തീപിടുത്തം ആരംഭിച്ചിട്ട് എന്തായാലും തീ ഒരു പരിധിവരെയൊക്കെ മറ്റ് കടകളിലേക്കും അതോടൊപ്പം തന്നെ സമീപത്തെ വാഹനങ്ങളിലേക്കും ഒക്കെ പടരാതെ തടയാൻ അഗ്നിശമന സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഷോർട്ട് സർക്യൂട്ടോ ആകാം എന്നൊരു പ്രാഥമിക നിഗമനമുണ്ട്. എന്തായാലും കൂടുതൽ വ്യക്തത ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. എന്തായാലും തീ അണച്ച ശേഷം അതിലും ഒരു വ്യക്തത ഉണ്ടാകും. എന്തായാലും അല്പം മുമ്പാണ് ഇത്തരത്തിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തായാലും ഈ ബിസ്മി അടക്കമുള്ള അതുപോലെ തന്നെ ബിസ്മി അടക്കമുള്ള മറ്റ് റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന ഒരു കമ്പനിയായിരുന്നു. അതിന്റെ ഗോഡൌണിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായത്. എന്തായാലും വലിയൊരു നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുള്ളതായാണ് കണക്കാക്കുന്നത്. കാരണം ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ തീയിൽ നഷ്ടപ്പെട്ടു പോയിട്ട് തീ പിടിച്ച് നശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. അരുണ്യ.